വാർത്തയിലേക്ക്. വെള്ളി ശനി ദിവസങ്ങളിലായി ആലത്തൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പൊതുസമ്മേളന നഗരിയായ ആലത്തൂർ ദേശീയ മൈതാനത്തെ VS അച്യുതാനന്ദൻ നഗറിൽ വ്യാഴാഴ്ച പതാക ഉയർന്നതോടെ സമ്മേളന നടപടികൾ തുടങ്ങി. മുണ്ടൂർ KC ബാലകൃഷ്ണൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥയെ ബ്ലോക്ക് അതിർത്തിയായ എരുമയൂർ തോട്ടുപാലത്തും, ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് വിനീഷ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച പതാകജാഥയെ തരൂർ തോട്ടിൻപള്ളയിലും, കിഴക്കഞ്ചേരി കുണ്ടുകാട് MK അപ്പുക്കുട്ടൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച ദീപശിഖ ജാഥയെ ചീക്കോട് വെച്ചും ആലത്തൂരിലേക്ക് സ്വീകരിച്ചു. നൂറുകണക്കിന് ബൈക്കുകളുടെയും അത്ലറ്റുകളുടെയും അകമ്പടിയോടെ 3 ജാഥകളെയും ആലത്തൂർ ദേശീയ മൈതാനിയിലെത്തിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KD പ്രസേനൻ കൊടിമരവും, ഏരിയ സെക്രട്ടറി C ഭവദാസൻ പതാകയും, CPM ജില്ലാ കമ്മിറ്റി അംഗം T കണ്ണൻ ദീപശിഖയും ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V പൊന്നുകുട്ടൻ പതാക ഉയർത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, പ്രസിഡന്റ് R ജയദേവൻ, ട്രഷറർ M രൺദീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV രതീഷ്, ഷക്കീർ, PK ഷിബി കൃഷ്ണ, PM ആർഷോ, AK ഷാനിബ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തരൂർ പാറയ്ക്കൽപ്പറമ്പ് PPM ഹാളിൽ സജ്ജമാക്കിയ പുഷ്പൻ നഗറിൽ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആവേശത്തോടുകൂടി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. പോകുന്ന ഘട്ടത്തിൽ ആ സമ്മേളനം അവിടെ ഭംഗിയായി പൂർത്തീകരിക്കുമോ എന്നുമുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ് അരുൺ സിംഗിലിനെ പോലെയുള്ള വിപ്ലവകാരികൾ അവിടെ കൊലയ്യപ്പെടുന്നു. ഖാലിസ്ഥാൻ വിഘടനവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, വിഘടന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത വിഭജനവാദത്തിനെതിരായ, വിഘടനവാദത്തിനെതിരായ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ സമ്മേളനം, രൂപീകരണ സമ്മേളനം ചെയ്തത്. ടീച്ചർ പറയുന്നത്, ഞങ്ങളെ ആ സമ്മേളനത്തിൽ ഏറ്റവും ആവേശപ്പെടുത്തിയത് 80 വയസ്സിന് മുകളിലുള്ള ഒരു വന്ധ്യവയോധികനായ ഒരാൾ വന്ന് ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമായി. അദ്ദേഹത്തിന്റെ പേര് കിഷോരിലാൽ എന്നാണ്. ആരാണ് ചരിത്രത്തിൽ കിഷോരിലാൽ എന്ന് ചോദിച്ചാൽ, കിഷോരിലാൽ ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട് 18 വയസ്സ് തികയാത്തതിന്റെ അനുകൂലത്താൽ കൊലമരത്തിൽ നിന്നും തൂക്കുകയറിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരാളാണ്. കിഷോരിലാൽ ആ സമ്മേളനത്തിൽ വന്ന് പ്രതിനിധികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ നാളുകളിൽ ഞങ്ങളുടെ എല്ലാം ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചെറുപ്പക്കാരെയെല്ലാം ചേർത്തുകൊണ്ട് ഒരു ലക്ഷണമൊത്ത യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളത്. ഭഗത് സിംഗ് അതിന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ വേദിയിൽ സഖാവ് ഭഗത് സിംഗിന്റെ സാന്നിധ്യം ഉണ്ടാവുമായിരുന്നു എന്നാണ്. സെക്രട്ടറി KC റിയാസുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് B വസീഫ്, ട്രഷറർ SR അരുൺ ബാബു, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ M ഷാജർ, ചിന്ത ജെറോം, ഗ്രീഷ്മ അജയഘോഷ്,
എസ് രാഹുൽ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ 4.4 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 298 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 4-ന് ആലത്തൂരിൽ നിന്ന് ആരംഭിക്കുന്ന യുവജന റാലിയും പൊതുസമ്മേളനവും CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്.